കരഞ്ഞിട്ടില്ല എവിടെയും. ഇപ്പം എനിക്ക് പറയുമ്പോൾ അങ്ങനെ സങ്കടം വരികയാണ്. എന്നെ അറസ്റ്റ് ചെയ്തപ്പം കൂടി ഞാൻ കരഞ്ഞിട്ടില്ല. അത് അവനും അറിയാം ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവനെ കൊണ്ട് നടന്നത്, അവനും അറിയാം. ഞാൻ ഇത്ര ദിവസം അത് പറഞ്ഞിട്ടില്ല. നമ്മൾ മോനല്ല, റിസൾട്ട് വന്നിട്ടില്ല, പക്ഷെ ഇവൻ അറിഞ്ഞിട്ടുണ്ട് ആ സാധനം ഒറിജിനൽ അല്ലാണ്. റിസൾട്ട് വന്നപ്പോൾ ഞങ്ങള് നെട്ടിയത് ഇവൻ പറഞ്ഞത് സത്യമാണല്ലോ. മോനാണെങ്കിലും ആരാണെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടിയിരിക്കണം. അന്ന് ഞാൻ ജയിലിൽ അനുഭവിച്ചതിലും വിഷമം എനിക്ക്. ഞാൻ അന്ന് എൻ്റെ മോനോട് പറഞ്ഞു, എടാ മുകളിലൊരാളുണ്ട്, എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇത്ര കാലം മോനെ സംരക്ഷിക്കാൻ വേണ്ടി എന്തായെങ്കിലും ഒരു അമ്മയല്ല, ഇത്രയ്ക്ക് കടുങ്കൈ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സംഗീതനെ നീ എന്തുമാതിരിയാണ് കൊണ്ടു നടന്നത്, നിന്റെ പിന്നിൽ നടക്കണ ചെറുക്കനായിരുന്നല്ലോ. ഇപ്പം ഇവള് കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവള് ഭയങ്കര മോഡലിംഗ് ആണ്. ഈ കാര്യമൊക്കെ പരിചയപ്പെട്ട് അവരുടെ കയ്യിൽ നിന്ന് ലഹരിയൊക്കെ വാങ്ങാൻ പറഞ്ഞെങ്കിൽ നാരായണദാസും ഈ ലിവിയും ബാംഗ്ലൂരിൽ ഒരുമിച്ച് താമസിക്കുകയാണ്. 55 വയസ്സോ 54 വയസ്സോ. ഇവള് പറയുമ്പോൾ ചെറിയ പെണ്ണല്ല, സ്ഥലം അപകരിച്ചെന്നാണല്ലോ പറയണത്. അപ്പം ഇവർക്ക് എന്താ എൻ്റെ പേരിൽ കേസ് കൊടുത്തൂടെ? എന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം, അവർക്ക് സുഖമായിട്ട്. അത് നമുക്ക് പറഞ്ഞെങ്കിൽ മതിയായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആൾക്കാർ എന്നെ ഈ സംഭവത്തിന് ശേഷം എന്നെ തള്ളി പറഞ്ഞു. ഞാൻ ഇന്നലെ സത്യമായിട്ട് ഉറങ്ങിയിട്ടില്ല, എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഇങ്ങനെ. പക്ഷെ ഇങ്ങനെ എന്നെ പരിചയമുള്ള ആൾക്കാർ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ കുറേ വിഷമിച്ചിട്ടുണ്ട്. ഒറിജിനൽ സ്റ്റാമ്പ് ആയിരുന്നുവെങ്കിൽ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ജയിലിൽ തന്നെ ആയിരിക്കും. ഈ ലിവിയ 23 വയസ്സാന്ന് തോന്നുന്നു ആ പെൺകുട്ടിക്ക്. ഇപ്പൊ 22, 21. കല്യാണം കഴിയുന്ന സമയത്ത് ഇപ്പൊ 21 വയസ്സ് എന്തോ. എന്തായാലും അത്രയും വയസ്സുള്ള കുട്ടി 10,000 രൂപ കൊടുത്ത് നൈജീരിയക്കാരനിൽ നിന്ന് ലഹരി മേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇവരൊക്കെ ആയിട്ടൊരു ബന്ധം ബാംഗ്ലൂരിൽ അപ്പൊ ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നിരിക്കില്ലേ? അതുപോലെ തന്നെ ഈ നാരായണദാസ് എന്നുള്ള പേര് ചേച്ചി എപ്പോഴെങ്കിലും കേട്ടതായിട്ടോ അല്ലെങ്കിൽ പുള്ളിനെ കണ്ടതായിട്ടോ ഓർമ്മയിലുണ്ടോ? ഇല്ല. നാരായണദാസിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ട്, അതായത് ഇവള് കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവള് ഭയങ്കര മോഡലിംഗ് ആണ്. പിന്നെ ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റിലാണ് പോയിട്ട് വരിക, അങ്ങനെയൊക്കെയാണ്. അപ്പം സാധാരണ കുടുംബമാണ്. അപ്പം നമ്മൾ ചോദിക്കുമല്ലോ, അപ്പം ബാംഗ്ലൂരിൽ എന്താ പഠിക്കണം. പക്ഷെ വീട്ടുകാർക്ക്, അമ്മയ്ക്കും അപ്പനും അറിയില്ല, ബാംഗ്ലൂരിലാണെന്ന് അറിയാം, ഏതാ സ്ഥലം എവിടെയാ എന്നൊന്നും അറിയില്ല അവർക്ക്. അപ്പം ഇവിടെ ആരോ സ്പോൺസർ ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങളോട് പറയാറുണ്ട്. ഏതോ ഒരു ആൻറ്റി ഉണ്ടെന്നാണ് പറയണത്. പക്ഷെ അവരുടെ പേരോ ഒന്നും നമ്മളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ അപ്പം ചിലപ്പോൾ നാരായണദാസായിരിക്കാം സ്പോൺസർ. ഒരു ആൻറ്റിയും കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ടായി. പക്ഷെ അതിന് വേറെ വിവരമൊന്നും അറിയില്ല. പിന്നെ നമുക്ക് അവളുടെ കാര്യം അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളിപ്പോൾ ആ ചേച്ചിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്, നമുക്ക് അവളുടെ കാര്യം നോക്കിയെങ്കിൽ മതിയല്ലോ. ഈ ലഹരി മാഫിയായിട്ട് ഇവർക്ക് ബന്ധമുള്ളതായിട്ട് ചേച്ചി എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്കിപ്പോൾ സംശയം തോന്നുന്നുണ്ട്. ഇപ്പം നൈജീരിയക്കാരെയൊക്കെ പരിചയപ്പെട്ട് അവരുടെ കയ്യിൽ നിന്ന് ലഹരിയൊക്കെ വാങ്ങാൻ പറഞ്ഞെങ്കിൽ പരിചയമില്ലാതെ അവരുടെ കയ്യിൽ പരിചയം ഉണ്ടായിട്ട് വേണ്ട വാങ്ങാനായിട്ട്. പിന്നെ അതിനെക്കുറിച്ച് നമുക്കറിയില്ല, അത് അന്വേഷണ സംഘം കണ്ടുപിടിക്കട്ടെ. ഈ ലിവിയനെ കുറിച്ച് ചേച്ചി എപ്പോഴെങ്കിലും എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അവരുടെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും വീട്ടുകാരോ അല്ലെങ്കിൽ ലിവിയുടെ ചേച്ചിയോ എപ്പോഴെങ്കിലും ചേച്ചിയോട് എന്തെങ്കിലും അവരുടെ ഒരു ക്യാരക്ടറിനെ കുറിച്ചോ അല്ലെങ്കിൽ അവർ പഠിക്കുന്നതിനെ കുറിച്ചോ എന്താ ചെയ്യുന്നത്? അവള് പഠിപ്പിൽ ഭയങ്കര മോശമായിരുന്നാ പറഞ്ഞ. 10th വരെ പഠിച്ചിട്ടുണ്ടായുള്ളൂ. പിന്നെ വീട്ടുകാരൊക്കെ അവരുടെ വീട്ടുകാരൊക്കെ കുറച്ചും കൂടി ഒന്നും നല്ല വലിയ നിലയില്ല. ഇവർ കാരണവന്മാരായിട്ട് ഇവർക്ക് സ്ഥലമുണ്ട്, എന്നാലും ഇവർ കുറച്ച് താന്നു. അപ്പോൾ അവരുടെ വീട്ടുകാരൊക്കെ ഇവരെ ഇങ്ങനെ ഫങ്ഷനൊക്കെ വരുമ്പോൾ ഇവരെ കളിയാക്കാറുണ്ട്, അങ്ങനെയാണൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവള് ബാംഗ്ലൂർ പോയി ഇപ്പം നല്ല നിലയിലേക്കായി, അങ്ങനെയാണൊക്കെ പറയാം. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടപെടാറില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഈ നാരായണദാസ് ആരാണ് എന്താണെന്ന് ചേച്ചിക്ക് പിന്നീട് കേസ് വന്നപ്പോൾ പിടിയിലായപ്പോൾ പോലീസുകാരെന്തെങ്കിലും ബ്രീഫ് ചെയ്തിട്ടുണ്ടോ? അത് അന്വേഷണ സംഘം അന്ന് എക്സൈസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു, ഇങ്ങനെ നാരായണദാസിന് ഒരു വ്യക്തിയുടെ മൊബൈലിൽ നിന്നാണ് ഇങ്ങനെ ഇൻ്റർനെറ്റ് കോള് വന്നിട്ടുള്ളത്. അപ്പോൾ നാരായണദാസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ലിവിയുടെ അക്കൗണ്ടിൽ നിന്നും പൈസ ഇങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്, അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാരായണദാസും ഈ ലിവിയും ബാംഗ്ലൂരിൽ ഒരുമിച്ച് താമസിക്കുകയാണ്, അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നാരായണദാസ് പറയുമ്പോൾ 55 വയസ്സോ 54 വയസ്സോ. ഇവള് പറയുമ്പോൾ ചെറിയ പെണ്ണല്ലേ. അന്ന് ഫ്രണ്ട്സിനെ കൂട്ടി വീട്ടിൽ വരാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഈ പുള്ളി ഇല്ലല്ലോ അല്ലേ? ഇല്ലല്ല, അത് ചെറിയ പിള്ളേര്. നാരായണദാസ് വലിയ ആളല്ല.
അത് അവളുടെ പ്രായമുള്ള പിള്ളേർ ഫ്രണ്ട്സുമായിട്ടാണ്. ചേച്ചി ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഈ ഗൂഢാലോചനയൊക്കെ ഇപ്പൊ ചേച്ചിയുടെ വീട്ടിൽ വെച്ച് നടന്നിട്ടുണ്ട്. ഇപ്പൊ ചേച്ചിയോട് എന്തായാലും ലിവിയ പറഞ്ഞിരിക്കും ഇങ്ങനെ ചെയ്യാൻ പോവാണെന്നുള്ളത്. അപ്പൊ ഇതൊക്കെ മകനും അറിഞ്ഞിരിക്കണ്ടേ? മകനും അത് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ടാണ് മകൻ അറിഞ്ഞിരിക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ജാമ്യം കിട്ടി വന്നിട്ട് മോള് പ്രസവിച്ചു. അപ്പം ഈ ഇതിൻ്റെ അതായത് ഈ സ്റ്റാമ്പിൻ്റെ ഇത് വന്നിട്ടില്ല, റിസൾട്ട് പുറത്ത് വന്നിട്ടില്ല. മെയ് 10-ാം തീയതി എനിക്ക് ജാമ്യം കിട്ടി. ജൂൺ 14-ാം തീയതിയാണ് മോള് പ്രസവിക്കുന്നത്. ജൂൺ 31-ാം തീയതിയാണ് ഇതിൻ്റെ റിസൾട്ട് പുറത്ത് വരുന്നത്. അപ്പോൾ ഈ ജൂൺ 14-ാം തീയതി പ്രസവിച്ചു. 15-ാം തീയതി എൻ്റെ മോളെ കാണാനായിട്ട് മോന് വന്നായിരുന്നു ഹോസ്പിറ്റലിലേക്ക് വന്ന സമയത്ത് ഇവന്, ഞാൻ ഇത്ര ദിവസം അത് പറഞ്ഞിട്ടില്ല, നമ്മൾ മോനല്ല നമ്മളത് പുറത്ത് പറയണ്ടാന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവൻ അന്ന് ഞങ്ങളോട് പറഞ്ഞത്, ഞാനും ഹസ്ബൻഡും ഇരിക്കുകയായിരുന്നു, അന്ന് പറഞ്ഞത് ആ സാധനം ഒറിജിനൽ അല്ലാണ്. റിസൾട്ട് വന്നിട്ടില്ല, പക്ഷെ ഇവൻ അറിഞ്ഞിട്ടുണ്ട് ആ സാധനം ഒറിജിനൽ അല്ലാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ അതെങ്ങനെയാണ് നിനക്ക്? എന്നോട് പറഞ്ഞു മമ്മി രക്ഷപ്പെടും, മമ്മിക്ക് കേസൊന്നും ഉണ്ടാവില്ല, മമ്മി രക്ഷപ്പെടും, ആ സാധനം ഒറിജിനൽ അല്ല, പക്ഷെ വെച്ചവർ ആരെയും പിടിക്കാൻ പോണില്ല, അങ്ങനെ അതൊക്കെ വലിയ പുള്ളികളാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചോദിച്ചു നിനക്കെങ്ങനെയാണ് ഇതൊക്കെ അറിയാം? അതൊക്കെ അറിയാം അങ്ങനെയാണ് പറഞ്ഞു. എന്നിട്ട് അന്ന് പോയതാ. പിന്നെ ഞങ്ങൾ വീട് ഒഴിയാൻ പോയപ്പോൾ കണ്ടതാണ്, പിന്നെ കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു ഇത് ഇവനിങ്ങനെ പറഞ്ഞത്, അവന് കുറച്ചൊരു എന്നിട്ടാ പറയാ, അധികം ഇങ്ങനെ ആരോട് സംസാരിക്കൂല. അപ്പം ഇവനെന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ ഇവരെന്തെങ്കിലുമൊക്കെ വെറുതെ പറഞ്ഞതായിരിക്കും, അങ്ങനെയാണ്. അത് അത്ര വലിയ കാര്യമാക്കി എടുത്തില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ നെട്ടിയത്. ഇവൻ പറഞ്ഞത് സത്യമാണല്ലോ, ഇത് ഒറിജിനൽ അല്ലാണ്. പക്ഷെ അവനത് എങ്ങനെ അറിയാമെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ ഇവര് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവാം. പക്ഷെ റിസൾട്ട് വരുന്ന മുമ്പ് അവർ അറിഞ്ഞിട്ടുണ്ട് ഇത് ഒറിജിനൽ അല്ലാണ്. ഈ മകൻ കല്യാണത്തിന് ശേഷം മകന് ചേച്ചിയോടുള്ള ഒരു സമീപനത്തിൽ എന്തെങ്കിലും ഒരു സ്നേഹക്കുറവ് പോലെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അതന്നെ ഞാൻ പറഞ്ഞേ, മോനും ഞാനും നല്ല എൻ്റെ പിന്നിൽ എപ്പോഴും നടക്കുകയുള്ളൂ. മമ്മിയും അതാണ് എനിക്കിപ്പോഴും. ഇപ്പം എൻ്റെ കൂട്ടുകാരികളായെങ്കിലും ബന്ധുക്കാരാണെങ്കിലും ഇപ്പം എല്ലാവരും പറയുന്നത്, സംഗീതനെ നീ എന്തുമാതിരിയാണ് കൊണ്ട് നടന്നത്, നിൻ്റെ പിന്നിൽ നടക്കണ ചെറുക്കനായിരുന്നല്ലോ, ഇപ്പം എന്തു പറ്റി അവന്? നമുക്ക് പറയാം, ഒരു കല്യാണം കഴിയുമ്പോഴത്തേനും അവനെ വിചാരിച്ചിട്ടുണ്ടാവും എൻ്റെ കൂടെ ഡാഡിയുടെ കൂടെ ഞങ്ങൾക്കൊന്നുമില്ല, സ്വത്തായിട്ടും ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുകയാണ്, ഞങ്ങളുടെ കൂടെ നിന്നെങ്കിലും ഒന്നുമില്ല, അപ്പോൾ അവരുടെ കൂടെ ചേർന്ന് നിൽക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടാകുമായിരിക്കും. പക്ഷെ എന്നാലും ഒരമ്മേനെ അതും ഇങ്ങനെ ഒരു കേസിൽ കൊടുക്കുക, അതിന് ഇങ്ങനെ മിണ്ടാതെയാണെങ്കിലും ആ നിൽക്കുന്നതും ഒരു മകൻ പ്രതികരിക്കണ്ടേ? അതൊന്നും ചെയ്യാതെ അവരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് ക്രൂരതയായി പോയില്ലേ? ക്രൂരതയാണ്, എന്താ ചെയ്യാ. ഇനിയിപ്പോ മകനോട് ദേഷ്യമുണ്ട് ചേച്ചിക്ക് ഈ ഒരു കാര്യത്തിൽ? മിണ്ടാതെ നിന്നു. ഇപ്പൊ ദേഷ്യമുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞില്ല, എനിക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാവുക പറഞ്ഞെങ്കിൽ ഞാൻ അടിച്ചു പൊളിച്ച് നടന്നിട്ടോ അല്ലെങ്കിൽ ഞാൻ ലാവിഷായിട്ട് അങ്ങനെ ഒന്നുമല്ല എനിക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായത്. എനിക്ക് കുടുംബം നോക്കിയിട്ട് തന്നെയാണ് എൻ്റെ ഈ ചെറിയ വരുമാനത്തിൽ ഞാൻ എൻ്റെ കുടുംബം നോക്കി. അതിൽ ഇവനും കുറേ പൈസ വീട് വയ്ക്കാൻ, മോളുടെ കല്യാണം നടത്തി കൊറോണ സമയത്ത്, മോളുടെ പ്രസവം, അത് കഴിഞ്ഞിട്ട് വീട് പണി കുറച്ച് പൈസ സഹായിച്ചു, പിന്നെ ഇവൻ്റെ കല്യാണത്തിന്, ഇതെല്ലാം കൂടി. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടു ചെലവ് എല്ലാം കൂടി നമ്മൾ പറഞ്ഞെങ്കിൽ ഇത് ഓരോ സ്ഥലത്തുനിന്ന് വാങ്ങിയിട്ടാണ്, പലിശയ്ക്ക് എടുത്തിട്ടാണ്. ഇവിടുന്ന് വാങ്ങി അവിടുന്ന് വാങ്ങി ഇവിടെ, കുടുംബശ്രീയിൽ നിന്ന് വാങ്ങും, ഇങ്ങനെ റോളിംഗ് ആണ്. അല്ലാണ്ട് എനിക്കൊരു അസുഖം വന്നെങ്കിൽ കൂടി ഞാൻ ഡോക്ടറെ പോയി കാണാറില്ല. നമ്മളെന്തെങ്കിലും ഗുളിക കഴിച്ചിട്ടേ ഞാനത് മാറ്റുള്ളൂ. ഞാൻ വിചാരിക്കും ആ പൈസ ഉണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ചെയ്യാം, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. നമ്മൾ ഇപ്പം വലിയ ചുടിദാർ വില കൊടുത്തിട്ടൊന്നും ഞാൻ വാങ്ങിയിടാറില്ല. ഞാൻ സാധാരണ 350-450 രൂപയുടെയൊക്കെ ഞാൻ ആദ്യമായിട്ട് 2000 രൂപയുടെ ചുടിദാർ ഇട്ടത് എനിക്ക് ലിവ്യ വാങ്ങി തന്നതാണ്. ആദ്യത്തെ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ക്രിസ്മസ്, അതായത് മോൻ്റെ ആദ്യത്തെ ക്രിസ്മസിന് ഇവള് ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് ചുടിദാർ 2000 രൂപയുടെ കല്യാൺ സിൽക്കിൽ നിന്നാണ്, ചാലക്കുടിയിൽ നിന്ന്. എൻ്റെ ഹസ്ബൻഡിന് ഷർട്ട്, സംഗീതിന് പാൻറ് ഷർട്ട്, ലിൽജിക്ക് ഡ്രസ്സ്, അവളുടെ ചേച്ചിക്ക് ഡ്രസ്സ്. അപ്പോൾ ഞാൻ ലിൽജിയോട് പറയുകയും ചെയ്തു, ഞാൻ ആദ്യമായിട്ടാണ് 2000 രൂപയുടെ ചുടിദാർ ഇടുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഒതുങ്ങി കഴിയണവരാണ്.
അപ്പോൾ ലിവിയുടെ എല്ലാം അത്യാവശ്യം സാമ്പത്തികം വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഇങ്ങനെ ബാംഗ്ലൂരിലല്ലേ, പക്ഷെ അത് കഴിഞ്ഞ് ഈ സംഭവം നടന്ന് ആ ഫെബ്രുവരി 5-ാം തീയതി അവരുടെ വീട്ടിൽ പെരുന്നാളായിരുന്നു മറ്റൂര്. അപ്പോൾ ഞങ്ങളെല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടായി, ഞങ്ങൾ പോയി. ഞങ്ങൾ പോയപ്പോൾ ആദ്യം ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ അധികം സാധനങ്ങളൊന്നും, പഴയ സോഫയൊക്കെ ആയിരുന്നു, ഫ്രിഡ്ജ് ചെറിയതായിരുന്നു. കല്യാണത്തിൻ്റെ സമയത്ത്, ഈ പെരുന്നാളിന് ഞങ്ങൾ പോയ സമയത്ത് നല്ല കല്യാണം കഴിഞ്ഞ ആദ്യത്തെ പെരുന്നാൾ നല്ല വലിയ വീട്ടിൽ കുറേ സാധനങ്ങൾ, വലിയ ഡബിൾ ഡോർ ഫ്രിഡ്ജ്, വലിയ വാഷിംഗ് മെഷീന്, കുറേ സാധനങ്ങൾ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇത് എവിടുന്ന് പുതിയത് വാങ്ങിയതാണോ ചോദിച്ചപ്പോൾ ഇല്ല, ലിവ്യ ബാംഗ്ലൂരിൽ നിന്ന് അവൾ പഠിപ്പ് നിർത്തി, അപ്പോൾ അവളുടെ റൂമിലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതാണോ. അപ്പം ഞാൻ മോളുണ്ടായി. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചു, ബാംഗ്ലൂരിൽ പോയപ്പോൾ ഇപ്പം നമ്മൾ മക്കളെ പഠിക്കാൻ വെച്ചത്, നമ്മൾ ഈ സാധനങ്ങളൊക്കെയാണ് കൊടുത്തു വിടുക. അപ്പം ഞങ്ങളിങ്ങനെ ആലോചിച്ചു, ദൈവം ഇത് എവിടുന്നായിരിക്കുക ഇത്ര സാധനങ്ങളൊക്കെ. അവൾ തന്നെ അവിടുന്ന് വണ്ടി വിളിച്ച് ഇവിടെ കൊണ്ടുവന്നതാണ് വീട്ടിലേക്ക്. നമ്മളത് മനസ്സിൻ്റെ ഉള്ളിൽ വെച്ച് ഞങ്ങളത് ചോദിക്കാനൊന്നും പോയില്ല. അപ്പോൾ പിന്നെ ഇപ്പോഴാണ് ഓർക്കണേ ഇങ്ങനെയൊക്കെ ആയിരിക്കാം പൈസ ഉണ്ടാക്കണത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വീട്ടിൽ അന്ന് പുതിയ പെരപണിത്, സ്ഥലം മേടിച്ച് പെരപണിത്, ഇപ്പോൾ ആ വീട് ആരുടെ പേരിലാണ് ശരിക്കും? അതായത് മോൻ്റെ പേരിലാണ്. സ്ഥലം മേടിച്ചതും കുറച്ച് ലോണും പിന്നെ ഞാൻ കുറച്ച് പൈസയും കൊടുത്തിട്ടാണ്. അപ്പോൾ ലോൺ എടുക്കണമെങ്കിൽ ഇവന് കല്യാൺ ജ്വല്ലറിയിലായിരുന്നല്ലോ, അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് വേണം ലോൺ എടുക്കാനായിട്ട്. അപ്പോൾ അവൻ്റെ പേരിൽ അവൻ അന്ന് എന്നോട് ചോദിച്ചു, മമ്മിയുടെ ഞാൻ വേണ്ട നിൻ്റെ പേരിൽ ഇരിക്കട്ടെ അങ്ങനെയാണ് പറഞ്ഞിട്ട്. പക്ഷെ ഞാനാണ് ഒപ്പ് ഇട്ടിട്ടുള്ളത്. ഇപ്പം എനിക്ക് വീടിന് ലോണൊന്നും അടയ്ക്കണില്ലാന്നാ തോന്നുന്നത്. ഇപ്പം ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട്. ഞാൻ അവിടെ ഉള്ളവരേക്കും കറക്റ്റായിരുന്നു അവർ ലോൺ അടച്ചു കൊണ്ട് പോയിട്ടുണ്ടായത്. അപ്പം ഞാൻ വന്ന പിന്നെ ഇതുവരെയ്ക്ക് ലോൺ 2-3 പ്രാവശ്യം എനിക്ക് ഇപ്പം നോട്ടീസ് വന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ പേരിൽ സ്വത്തോ മുതലോ ഒന്നും ഇല്ലാതെ കാരണം ഞാൻ വക്കീലിനോട് പറഞ്ഞു എനിക്ക് നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു, ചേച്ചി അത് പേടിക്കണ്ട, ചേച്ചിയുടെ പേരിലൊന്നും ഇല്ലല്ലോ, അത് കാരണം പേടിക്കേണ്ട കാര്യമില്ല അങ്ങനെയാണ്. ഇപ്പോൾ വാർത്തകളിലൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ കൊടുത്ത മൊഴിയായിരിക്കണം ഒരു പക്ഷെ, അതായത് ചേച്ചി ഈ 10 ലക്ഷം രൂപയുടെ സ്വർണവും 10 സെന്റ് സ്ഥലവും അവരുടെ എടുത്തു, അതവർ തിരിച്ചു ചോദിച്ചു. അപ്പൊ ചേച്ചി അത് കൊടുക്കാതെ ഇറ്റലിക്ക് ജോലിക്ക് വേണ്ടി പോകാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ വീട്ടിൽ വലിയ തരത്തിലുള്ള വഴക്കുകൾ ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് ഉണ്ടായി. അങ്ങനെയാണ് ഇവര് ചേച്ചിയുടെ പോക്ക് മുടക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇങ്ങനെ കരുതിക്കൂട്ടി LSD സ്റ്റാമ്പ് കൊണ്ടുവന്ന് വെച്ചതാണെന്നാണ് വാർത്തകൾ വരുന്നത്. ഞാനത് കേട്ടിട്ടും ഞാൻ അതായിട്ട് ഒരു ബന്ധമല്ല. അവരിന് 5 പൈസ നമ്മൾ സ്ഥലം വാങ്ങിയതും സ്വർണം വെച്ചതും ഒക്കെ മോനും അവരിൻ്റെ അറിവോട് കൂടിയാണ്, അല്ലാണ്ട് എൻ്റെ കയ്യിൽ തന്നിട്ടില്ല. അവർ തന്നെയാണ് കൊണ്ടുപോയി സ്ഥലം, അവർ തന്നെയാണ് മറ്റൊരു സഹകരണ ബാങ്കിലാണ് അവർ കൊണ്ടുപോയി വെച്ചത്. അവളുടെ അമ്മയും അവളും കൂടി കൊണ്ടുപോയി വെച്ചതാണ്, അല്ലാണ്ട് എൻ്റെ കയ്യിലൊന്നും തന്നിട്ടില്ല. പിന്നെ സ്വർണം വെച്ചത് അവനും അവളും കൂടി. ഈ മൊബൈൽ ഷോപ്പ് തുടങ്ങിയതിൻ്റെ മുകളിൽ സ്വർണ്ണ പണയത്തിൻ്റെ കടയുണ്ട്. ആ കടയുടെ മുകളിലാണ് ഇവിടെ ചാലക്കുടി സുരഭി തിയേറ്ററിൻ്റെ അവിടെയാണ് അവർ കൊണ്ടുപോയി വെച്ചിട്ടാണ് ആ മൊബൈൽ ഷോപ്പ് തുടങ്ങിയത്. ഇതെല്ലാം എനിക്കിത് തിരക്കാനും ഒന്നും സമയമില്ല. ഞാൻ കാലത്ത് വരുന്നു, ഞാൻ പോണു. പിന്നെ വീട്ടുകാര്യം നമ്മുടെ തലയിൽ ബാധ്യതയാണ്. റോളിങ് അടുത്ത മാസം എന്ത് ചെയ്യാം, എങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എഴുതിയ പെരയുടെ കുറച്ചൊക്കെ പൈസ ചേച്ചി കൊടുത്തിട്ടുണ്ട്. അന്ന് അത് ചെയ്ത് വലിയ മണ്ടത്തരായി പോയി. ചേച്ചിയുടെ പേരിലും കൂടെ ചെയ്യായിരുന്നു. ഇപ്പൊ എല്ലാവരും എന്നോട് എൻ്റെ കൂട്ടുകാരികളൊക്കെ പറയാറുണ്ട്, ആദ്യം തുടങ്ങി പറയാറുണ്ട്, നീ നിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഇത് ഇൻഷുറൻസ് ചേര്, എന്തെങ്കിലും ചേര്. ഞാൻ മക്കളല്ലേ, ഇതുവരെയ്ക്കും എൻ്റെ പേരിൽ ഞാനൊന്നും, എനിക്കിപ്പോഴും എൻ്റെ അക്കൗണ്ടിലൊന്നുമില്ല, ഇപ്പോഴും 0 തന്നെയാണ്. ഇപ്പോഴും ഞാൻ കടം വാങ്ങിയവരെ ഞാനിപ്പോഴും ചെന്നൈയിലേക്ക് പോയി. ഇപ്പം ഞാൻ 2ാമത് ബ്യൂട്ടി പാർലർ തുടങ്ങിയത് എനിക്ക് ഭയങ്കര 1 വർഷം ഞാൻ കൊണ്ടു നടന്നു. പക്ഷെ എനിക്കത് വാടക കൊടുക്കാനും ഇതിനു മാത്രമായിരുന്നു, എനിക്ക് ബാധ്യത തീർക്കാൻ പറ്റണില്ല. ഞാൻ വാങ്ങിയിട്ടുള്ളതൊക്കെ സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്നാണ്, എൻ്റെ കൂട്ടുകാർ, കുടുംബശ്രീ. അപ്പോൾ ഞാൻ ഈ സംഭവം നടക്കണവരേക്ക് കറക്റ്റായിട്ട് കൃത്യമായിട്ട് പലിശയൊക്കെ അടച്ച് പോയിട്ടുണ്ടായതാണ്. ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് വരുമാനമില്ല, എനിക്ക് അടയ്ക്കാൻ പറ്റണില്ല, പിന്നെ റോളിങ്ങും ഇല്ലല്ലോ. പിന്നെ വീണ്ടും ആരെങ്കിലും ചോദിച്ചെങ്കിൽ നമുക്ക് പൈസ തരില്ലല്ലോ. അപ്പോൾ ഈ സാധാരണക്കാർക്കൊക്കെ പൈസ കൊടുക്കണ്ടേ. അപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞത് പലിശ വേണ്ട, മുതൽ കുറച്ചായിട്ട്. അപ്പോൾ ഈ പാർലറിൽ എനിക്ക് ഒന്നും പറ്റുന്നുണ്ടായില്ല.
അത് കാരണമാണ് ഞാൻ ചെന്നൈയിൽ ഈ പാർലർ കൊടുത്തു, വേറൊരു ഇടക്ക് കൊടുത്ത് അതിൽ നിന്ന് കുറച്ച് പൈസ കിട്ടി. അത് കുറേ രണ്ടാമതും ഞാൻ ഇറ്റലിയിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചായിരുന്നു. പക്ഷെ അതിലൊരു 30,000 രൂപ പോയി, അതും റിജക്റ്റഡായി പോയി. പിന്നെ കുറച്ച് പൈസ ഓരോരുത്തർക്ക് കൊടുത്തു. പിന്നെ 6 മാസം ഞാൻ ചെന്നൈയിൽ, എനിക്കവിടെ 25,000 രൂപ സാലറി ഉണ്ടായി. അത് ഞാൻ ഓരോരുത്തർക്ക് ഓരോരോ മാസം വീട്ടിൽ കൊച്ചിൻ്റെ അടുത്ത് നിന്ന് നല്ല സ്ഥലമായിരുന്നു, നല്ല സ്നേഹമായിരുന്നു, മലയാളി ഫാമിലിയാണ്, നല്ലതായിരുന്നു. ഇപ്പോഴും അവരെന്നെ വിളിക്കാറുണ്ട്. എൻ്റെ കാര്യമൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ റിലേഷൻ്റെ വീടാണ്. അപ്പോൾ ആ ചേച്ചിക്ക് അറിയാം. അവർ പറഞ്ഞു ഒരു പേടിയും വേണ്ട, അങ്ങനെയാണ്. ഇപ്പോൾ നല്ല വിളിക്കാറുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ എൻ്റെ മൊഴിയെടുക്കലും പിന്നെ ഹസ്ബൻഡിന് സുഖം ഉണ്ടായില്ല, പിന്നെ വീട് മാറേണ്ട കാര്യമൊക്കെ. അപ്പോൾ അത് കാരണം ഞാൻ വന്നപ്പോൾ അവർക്ക് അത്യാവശ്യം ആള് ആവശ്യമുണ്ടായി. അപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിനെ തന്നെ അവിടെ നിർത്തിയിട്ട് അപ്പോൾ ആ കിട്ടുന്ന മാസം 25,000 ഞാൻ ഓരോരുത്തർക്ക് ഇങ്ങനെ പൈസ 10, 15 അങ്ങനെയൊക്കെ വെച്ച് ഓരോരുത്തർക്കും ഓരോരോ മാസം. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ കൊടുക്കാതിരിക്കാം, കേസാണ്. എന്നോട് വക്കീൽ വരെ പറഞ്ഞതാ, ചേച്ചി ഇപ്പോൾ പൈസയൊന്നും കൊടുക്കണ്ട, ചേച്ചിയുടെ പേരിൽ കേസ് നടക്കില്ല, ചേച്ചിനെ ആരും ഭീഷണി. പക്ഷെ എൻ്റെ മനസാക്ഷി കേൾക്കില്ല. നമ്മൾ പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്നാണ് വാങ്ങണത്. അപ്പോൾ കുറച്ച് പൈസ കൊടുത്തെങ്കിലും അവർക്കൊരു സമാധാനമല്ല. അപ്പം ഞാനിപ്പോൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ മകനായാലും ഇപ്പോൾ ചോദ്യം ചെയ്യലിന് പോലീസ് വിളിച്ചിട്ടും ഹാജരായിട്ടില്ല എന്ന് പറഞ്ഞു 2 തവണയോളം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മകന് വേണമെങ്കിൽ ഹാജരായി സത്യം ഉള്ളത് പറയായിരുന്നല്ലോ അമ്മയെ രക്ഷിക്കാൻ, അതിന് പോലും തുനിഞ്ഞിട്ടില്ല. അപ്പൊ മകൻ പൂർണ്ണമായിട്ട് ഇപ്പൊ ഭാര്യയുടെ വീട്ടുകാരുടെ ഒപ്പമാണോ? എനിക്ക് തോന്നുന്നു അവര് വല്ല ഇനി ഭീഷണി എന്തെങ്കിലും പെടുത്തിയിരിക്കാം. ഇനിയിപ്പോൾ വല്ല ഇവൻ്റെ പേരിൽ കേസ് കൊടുക്കുക, ചിലപ്പോൾ ഇവന് സ്വർണം ഇതൊക്കെ എടുത്ത കാരണം ഇവൻ്റെ പേരിൽ കേസ് കൊടുക്കുകയെന്ന് വിചാരിച്ച് ഇനി ചിലപ്പോൾ ഭീഷണി എന്തെങ്കിലും പെടുത്തിയിരിക്കാം. അതൊക്കെ ആയിരിക്കാം അവനങ്ങനെ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാൻ സ്വർണവും സ്ഥലം അപകരിച്ചെന്നാണല്ലോ പറയണത്. അപ്പൊ ഇവർക്ക് എന്താ എൻ്റെ പേരിൽ കേസ് കൊടുത്തൂടെ? ആ കാര്യം പറഞ്ഞ് കേസ് കൊടുക്കായിരുന്നു. ആ കാര്യം പറഞ്ഞ് ഇവർക്ക് എൻ്റെ പേരിൽ കേസ് കൊടുത്തൂടെ? ഇങ്ങനെയാണ്, ഇത്രയ്ക്ക് കടുങ്കൈ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സാമ്പത്തിക തട്ടിപ്പിന് കേസ് കൊടുക്കായിരുന്നല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഓർത്ത് ഇങ്ങനെയാണെങ്കിൽ അവർക്ക് എൻ്റെ പേരിൽ കേസ് കൊടുത്തൂടെ? പക്ഷെ അത് ഞാൻ വാങ്ങിയിട്ടില്ല, എൻ്റെ കയ്യിൽ അവർ തന്നിട്ടുമില്ല. പക്ഷെ ഇതാണ് എൻ്റെ സംശയം. ഇതാണ്, എന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം, അവർക്ക് സുഖമായിട്ട്. അത് നമുക്ക് പറഞ്ഞെങ്കിൽ മതിയായിരുന്നു. നമ്മൾ എന്തായെങ്കിലും നമ്മുടെ മക്കളുടെ ജീവിതമാണ് വലുത്. പക്ഷെ നമ്മളെ നല്ല വഴിയിലേക്ക് ഇറക്കി വിടാൻ പറ്റൂല. ഇപ്പം ഇങ്ങനെ വഴി ആലോചിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ദൈവം പറഞ്ഞ ഒരാൾ ഉണ്ടല്ലോ മുകളിൽ, അതവർ ചിന്തിച്ചില്ല. ഞാൻ അന്ന് എൻ്റെ മോന് വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു, അത് ഒറിജിനലല്ല, മമ്മി രക്ഷപ്പെടും, വെച്ചവരൊരിക്കലും പിടിക്കാൻ പോണില്ലാണ്. ഞാൻ അന്ന് എൻ്റെ മോനോട് പറഞ്ഞാണ്, എടാ മുകളിലൊരാളുണ്ട്, എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, നീ അങ്ങനെ പറയണ്ട, സത്യം എന്നായെങ്കിലും പുറത്തു വരുമെന്ന് ഞാൻ അന്ന് അവനോട് പറഞ്ഞിട്ടുണ്ടായി. ഇപ്പൊ മകൻ അന്ന് ചേച്ചിയോട് ഉറപ്പോടുകൂടി പറയുന്നു അത് ഒറിജിനൽ അല്ല എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും മകൻ അറിഞ്ഞിട്ടുണ്ടാവുക? അതിനെക്കുറിച്ച് എനിക്കറിയില്ലല്ലോ. അത് അവനെ ചോദ്യം ചെയ്തെങ്കിലാണ് അതറിയാം. നമ്മളോട് ഇങ്ങനെ പറഞ്ഞു, ചെയ്തവരൊരിക്കലും പിടിക്കാൻ പോണില്ല എന്ന് പറഞ്ഞു. അതൊക്കെ വലിയ പുള്ളികളാണ് എന്നൊക്കെ പറയുന്നുണ്ടായി. ചേച്ചി എന്തായാലും നിയമ പോരാട്ടത്തിന് ഇറങ്ങിയ സ്ഥിതിക്ക് മകനും മകന്റെയും പേര് ഈ കാര്യത്തിൽ പുറത്തു വരും. കാരണം അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിന് വിളിക്കും, ഹാജരായേ പറ്റുള്ളൂ. അത് മോനാണെങ്കിലും ആരാണെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടിയിരിക്കണം. അതാണ് ഇനിയിപ്പോൾ മോനാണ്, ഞാൻ ഇത്ര കാലം മോനെ സംരക്ഷിക്കാൻ വേണ്ടി, എന്തായെങ്കിലും ഒരു അമ്മയല്ല, എന്തായാലും ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കണത് അത് തന്നെയാണ്. എവിടെയായിരുന്നെങ്കിലും ഇപ്പോൾ ഒളിവിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആകെ വിഷമമായിരുന്നു. എവിടെയാണോ എന്താണോ അങ്ങനെയൊക്കെ നമുക്ക് വിഷമമായിരുന്നു. ഇതുവരെ ഒരു ന്യൂസും വിവരം ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, എവിടെയായിരുന്നെങ്കിലും സന്തോഷമായിട്ടിരിക്കട്ടേന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് അവനെ കൊടുക്കണം അങ്ങനെയാണ്. പക്ഷെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ മുമ്പിൽ എന്തായാലും തെറ്റുകാരാണല്ലോ. അപ്പോൾ പക്ഷെ ചേച്ചി ഇറ്റലിക്ക് പോകുന്നതോടുകൂടിയും അങ്ങനെയും ചേച്ചിയുടെ ശല്യം ആ വീട്ടിൽ നിന്ന് മാറുമായിരുന്നല്ലോ. പിന്നെ അതിന് മുന്നേ അല്ല, അവർക്കും അറിയാം. ഇപ്പം ഞാൻ ഇറ്റലിയിലേക്ക് പോയെങ്കിലും ഞാൻ എൻ്റെ മോനെ സഹായിക്കാനേ ഞാൻ നോക്കുകയുള്ളൂ, അവൻ്റെ ബാധ്യത തീർക്കാനേ ഞാൻ നോക്കുകയുള്ളൂ. ഇപ്പം എൻ്റെ കുടുംബത്തിലും അവർക്കും അറിയാം. എൻ്റെ മോനിപ്പോൾ ഒരു വിഷമം പറഞ്ഞിട്ട് ഉടനെ അവൻ ഫോൺ വിളിക്കും, മമ്മി എന്തെങ്കിലും പൈസ. അപ്പം ഞാൻ എവിടുന്നെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. ഒന്നുമല്ല, ഈ ഇറ്റലിയിലേക്ക് പോവാനായിട്ട് ആദ്യം റിജക്റ്റഡായി പറഞ്ഞല്ലോ. അപ്പോൾ
ഏജൻറ്റ് പേപ്പർ വെച്ചത് ടൂറിസ്റ്റ് വിസയ്ക്കാണ് പേപ്പർ വെച്ചത്. അപ്പോൾ മോന് മൊബൈൽ ഷോപ്പ് ഉണ്ട്. അപ്പോൾ മോനാണ് അതായത് ഞാനും ഹസ്ബൻഡും പോണ മാതിരിയാണ് വിസ വെച്ചത് ടൂറിസ്റ്റ് വിസയ്ക്ക്. അപ്പോൾ മോന് ഞങ്ങളെ സ്പോൺസർ ചെയ്യുന്നു. അങ്ങനെയാണ് വിസ വെച്ചത്. അപ്പോൾ അക്കൗണ്ടിൽ പൈസ കാണിക്കണം. എൻ്റെ അക്കൗണ്ടിൽ 1 ലക്ഷം, ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടിൽ 1 ലക്ഷം, മോൻ്റെ അക്കൗണ്ടിൽ 2 ലക്ഷം രൂപ കാണിക്കണം. ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. പേപ്പർ വർക്കൊക്കെ ഇതായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചെടുക്കാം. ഞാൻ ഇവിടെയുള്ള ചീനിക്കൽ അവിടെയാണ്. അവിടെ ആദ്യം 3 ലക്ഷം കൊടുക്കാനുണ്ട്. വീണ്ടും ആ ചേട്ടൻ എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തിലാണ്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ചാലക്കുടി വന്നിട്ട് 25 വർഷമായി. എൻ്റെ സ്വന്തം സ്ഥലം ഇവിടെയല്ല, പാലക്കാടാണ്. ഞങ്ങളിവിടെ വന്ന് താമസിക്കുകയാണ്. അപ്പോൾ തുടങ്ങി കുറിയുണ്ട്. അപ്പോൾ തുടങ്ങി നമ്മൾ മുടക്കമില്ലാണ്ട് അടച്ചിട്ട് പോണ കാരണം ആ വിശ്വാസത്തിൻ്റെ പേരിലാണ് എനിക്ക് ആ പൈസ ഒരാഴ്ച കഴിയുമ്പോൾ എടുത്തു കൊടുക്കാം അങ്ങനെ പറഞ്ഞിട്ടാണ് ആ 3 ലക്ഷത്തിന് ഞാൻ കൃത്യമാസം പലിശ അടച്ചുകൊണ്ടുണ്ടായി. പക്ഷേ ഇവൻ്റെ പേരിലിട്ടിട്ട് ഇവൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ച് തന്നില്ല ആ 2 ലക്ഷം രൂപ. അവൻ ആ പൈസ എടുത്ത് മൊബൈൽ ഷോപ്പിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങി. അന്ന് ഞാൻ കുറേ കരഞ്ഞു, പ്രശ്നം ഉണ്ടാക്കി. എന്താ പറയട്ടെ, ആദ്യം തന്നെ എനിക്ക് കടൻ, അതിൻ്റെ പുറത്ത് വീണ്ടും 2 ലക്ഷം രൂപ കടനാവുമ്പോൾ അത് എനിക്ക് അന്ന് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ അവനോട് ദേഷ്യപ്പെട്ടൊക്കെ ഞാൻ ആത്മഹത്യ ചെയ്യണമൊക്കെ ഞാൻ അവനോട് പറഞ്ഞു. അവൻ പറഞ്ഞു മമ്മി ഞാൻ തരാം, വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷെ ഇതുവരെ എനിക്ക് അവിടെ ഒന്നും പൈസ കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എൻ്റെ നിസ്സഹായ അവസ്ഥ എല്ലാവർക്കും അറിയണ കാരണം ആരും എന്നോട് അങ്ങനെ എന്തായാലും നമ്മൾ വാങ്ങിയ പൈസ കൊടുക്കണമല്ലോ. സ്വന്തം കുടുംബത്തിൽ നിന്നൊരു കരുണ ഇല്ലെങ്കിലും നാട്ടുകാരിൽ നിന്നൊരു കരുണ ചേച്ചിക്ക് കിട്ടി. പിന്നെ ഉറപ്പായിട്ട് എന്നെ എന്തോ ഒരു പേര് ഇപ്പം തന്നെ ഞാൻ രണ്ടാമത് അവിടെ തന്നെ പാർലർ തുടങ്ങി. പക്ഷെ എന്നെ കുറേ പേര് അവിടെ സപ്പോർട്ട് ചെയ്തു. കുറച്ച് പേരൊക്കെ എന്നെ, അതായത് എൻ്റെ കൂടെ നിന്ന ആൾക്കാർ, എൻ്റെ കൂടെ ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആൾക്കാർ എന്നെ ഈ സംഭവത്തിന് ശേഷം എന്നെ തള്ളി പറഞ്ഞു. എന്നെക്കുറിച്ച് വരുന്ന കസ്റ്റമറോട് ആവശ്യമില്ലാത്തതൊക്കെ പറയാൻ തുടങ്ങി. എനിക്ക് ആകെ വിഷമമായിട്ടാണ്. ഞാൻ അങ്ങോട്ട് നിർത്തി പോരാനായിട്ട് അതാണ് കാരണം. എനിക്കൊരു സ്ഥാപനം, അത് കൽപ്പകഞ്ചേരി മലപ്പുറത്തുള്ള അവരാണ് എനിക്കിത് തുടങ്ങി തന്നത്. എൻ്റെ ന്യൂസ് കേട്ട് എന്നെ വന്ന് കണ്ട് 5 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് എനിക്ക് ആ പാർലർ. ഞാനത് ഉപേക്ഷിച്ചിട്ട് വരണമെങ്കിൽ ഞാൻ എന്തുമാത്രം മാനസികമായിട്ട് അവിടെ വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അത്രമാത്രം ഞാനങ്ങനെ കരഞ്ഞിട്ടില്ല എവിടെയും. ഇപ്പം എനിക്ക് പറയുമ്പോൾ അങ്ങനെ സങ്കടം വരികയാണ്. എന്നെ അറസ്റ്റ് ചെയ്തപ്പം കൂടി ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങനെ എന്നെ പരിചയമുള്ള ആൾക്കാർ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ കുറേ വിഷമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റാണ്ട് ആ പാർലർ കൊടുക്കാൻ കാരണം. അങ്ങനെയാണ് ഞാൻ ചെന്നൈയിൽ പോയത്. എനിക്കപ്പോൾ ചാലക്കുടിയായിട്ടും എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് മാറണം, നാട്ടിൽ നിന്ന് മാറി താമസിക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ചെന്നൈയിലേക്ക് പോയത്. പക്ഷെ എനിക്ക് ചെന്നൈയിൽ അവിടെ പോയ സ്ഥലം നല്ല സ്ഥലമായിരുന്നു. നല്ല കുറച്ച് ദിവസം നല്ല ഫാമിലി ആയിരുന്നു. എല്ലാ കാര്യങ്ങളും അറിയണ കാരണം നല്ലൊരു സമാധാനം, നമുക്ക് ഇതൊക്കെ മറന്ന് ഒരു സമാധാനമായിട്ട് നിൽക്കാനായിട്ട്. പിന്നെ കടങ്ങളും കുറച്ച് വീട്ടാല്ല, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പോൾ ഹസ്ബൻഡിന് സുഖമില്ലാത്ത കാരണം പിന്നെ മോളുടെ കുറച്ച് കൊച്ചുങ്ങൾ കുഞ്ഞതാണല്ലോ, അപ്പം അവൾക്കും കൊച്ചുങ്ങളൊക്കെ നോക്കണം. പിന്നെ വീട് മാറേണ്ട കാര്യം, പിന്നെ കേസിൻ്റെ അങ്ങനെയൊക്കെ ആയിട്ട് വന്നതാണ്. എന്തായാലും ഇപ്പോൾ ലിവിയയ്ക്കായിട്ട് പോലീസ് വല വിരിച്ചിട്ടുണ്ട്. ലിവിയ ഉടനെ നാട്ടിലെത്തിക്കും പോലീസ്. അപ്പോൾ കേസിന് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരും. എന്തിനാണെന്നുള്ള ചോദ്യമാണ് നമുക്ക് ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ചേച്ചി അവരുടെ സ്വർണ്ണോ സ്ഥലമോ ഒന്നും മേടിച്ചിട്ടില്ല. അത് ഞാൻ നിയമപരമായിട്ട് പോയെങ്കിലും എനിക്ക് നല്ല ധൈര്യമുണ്ട്. ഞാൻ അവരായിട്ട് എൻ്റെ അക്കൗണ്ടിലായിട്ട് അവർ പൈസ അയക്കുക. ലിവിയുടെ ഫോൺ നമ്പറും കൂടി എൻ്റെ കയ്യിലില്ല. അവൾ ആദ്യം തുടങ്ങി എനിക്ക് അവളുടെ ഫോൺ നമ്പറും കൂടി അവൾ എനിക്ക് തന്നിട്ടില്ല. നമ്മൾ അക്കൗണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാടാ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ ന്യൂസ് വന്നപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് അന്ന് ഞാൻ ജയിലിൽ അനുഭവിച്ചതിലും വിഷമം എനിക്ക് ഭയങ്കര. ഇന്നലെ സത്യമായിട്ട് എനിക്ക് ഞാനൊരു ഇതിൽ മനോരമയിൽ താഴെ കമൻസ് വന്നു. ഞാൻ അമ്മായിമ്മ പോരെടുത്തിട്ട് ഈ സ്ത്രീനൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ അതിന് റിപ്ലൈ കൊടുത്തു. ഞാൻ ഒരിക്കലും അവരുടെ പൈസ തട്ടിയെടുത്തിട്ടില്ല. അവരുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് മൊബൈൽ ഷോപ്പ് തുടങ്ങിയത്. ഞാൻ ഇന്നലെ സത്യമായിട്ട് ഉറങ്ങിയിട്ടില്ല. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇങ്ങനെ നമ്മളിപ്പോൾ മുതലും ഇതൊക്കെ തട്ടിയെടുത്തെന്ന് കേൾക്കുമ്പോഴേ. പക്ഷെ എനിക്കതിൽ കുറേ പേര് എന്നെ അനുകൂലിച്ചിട്ട്, എന്നെ അറിയണ കുറേ വ്യക്തികൾ
കമൻസ് ഇട്ടിട്ടുണ്ടായി, ആ ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതൊക്കെ കേൾക്കും. പിന്നെ ഇങ്ങനെ കേൾക്കുമ്പോൾ വിഷമം. ചിലവർ പറയും അതൊന്നും സാരല്ല, ഇതൊക്കെ ഇങ്ങനെ ഉള്ളതാണ്, പലതും കേൾക്കും. പക്ഷെ എന്തായെങ്കിലും നമ്മൾ വിഷമിക്കേണ്ടാന്ന് പറഞ്ഞെങ്കിലും പിന്നെ ബന്ധുക്കളാണെങ്കിലും നമ്മളെ ഒറ്റപ്പെടുത്തിയപ്പോഴേ എല്ലാവരും അല്ല, കുറച്ച് പേര് ഈ സംഭവത്തിന് ശേഷം, അതിൻ്റെ മുമ്പ് നമ്മളായിട്ട് നല്ല എല്ലാ ഫങ്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക ഒക്കെ ആയിരുന്നു. ഈ സംഭവം കഴിഞ്ഞ് നമ്മൾ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും കൂടി നമ്മളൊന്ന് ഫോൺ വിളിച്ചൊന്ന് ഒരു അവർക്കൊക്കെ പേടിയായിരിക്കും ചിലപ്പോൾ ഇനി നമ്മൾ പൈസ ചോദിക്കാനാ അങ്ങനെയാണ് ഒന്നല്ല, ഒരു ആശ്വാസ വാക്ക് നമ്മളോട്. പക്ഷെ എല്ലാവരും അല്ല കേട്ടോ, ചിലവരൊക്കെ എന്നെ ജയിലിൽ നിന്ന് വന്നപ്പോൾ എന്നെ വന്ന് കാണും. പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇപ്പോഴും അവരെനിക്ക് സപ്പോർട്ടാണ്. ആദ്യം അവരൊക്കെ പറയും എപ്പോഴും നീ അന്ന് പോയപ്പോൾ തുടങ്ങി ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അവരുടെ ഒക്കെ പ്രാർത്ഥനയാണ്. ഞാനൊരു കാര്യം ചോദിക്കില്ല, അതായത് ഇപ്പോൾ ഈ മകൻ്റെ ഒരു ദൂർത്തെന്നല്ല, അവൻ ഓക്കെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഈ കാശൊക്കെ, പക്ഷെ മകന് ഈ ഒരു ദൂർത്തടിക്കുന്ന ഒരു സ്വഭാവം ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു കല്യാണത്തിലേക്ക് പോവേയില്ലായിരുന്നു. മകന് കുറച്ച് ദൂർത്തടിക്കുന്നുണ്ട്, കുറച്ച് ഇതൊക്കെ ഉണ്ടായി, സ്മോളൊക്കെ ഉണ്ടായി. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഒക്കെ അങ്ങനെ സംഭവിച്ചു. നമ്മൾ ഇങ്ങനെയൊക്കെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മളൊരു പെണ്ണിനെ വീട്ടിൽ കൊണ്ട് വന്ന് നമ്മുടെ മോൻ്റെ ജീവിതം നമ്മൾ സമാധാനത്തോടു കൂടി അവൻ്റെ കൊച്ചിനെയും കണ്ട് അവർ വളർത്തി, അല്ലാണ്ട് നമ്മൾ അവരുടെ സ്വത്തും മുതലും ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. ഇപ്പം വേണമെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ സമ്പാദിക്കാം, പക്ഷെ നമ്മളതിനും ഞാൻ എത്രയോ കഷ്ടപ്പെട്ട് ഇതിൻ്റെ മുമ്പ് ഇതിലും കഷ്ടപ്പെട്ടിട്ടാണ് കാര്യങ്ങളൊക്കെ. പിള്ളേരൊക്കെ കുഞ്ഞിതായിരുന്ന സമയത്തും ഇത്ര കാലമായിട്ട് വാടക വീട്ടിലാണ് താമസിക്കണത്. അപ്പോൾ ആദ്യം ഇപ്പം ഞങ്ങൾ താമസിക്കണത് ഇപ്പം മോളുടെ കൂടെയാണ് താമസിക്കണത്. ഇതിൻ്റെ മുമ്പ് എൻ്റെ മോനും മോളും കുഞ്ഞിതായിട്ടിരുന്ന സമയത്ത് താമസിച്ച വീട്ടിലായിരുന്നു ഞാനും ഹസ്ബൻഡും താമസിച്ചത്. അവർക്കറിയാം നമ്മൾ എത്ര കഷ്ടം. അവർ വിളിച്ചിട്ടാണ് ഞങ്ങൾക്ക് ആ വീട് തന്നത്. ഞങ്ങളവിടെ ഒരു 6 വർഷം താമസിച്ചിട്ടുണ്ടായി. അപ്പോൾ അവർ പറയും ഷീല എത്ര കഷ്ടപ്പെട്ടതാണ് ഞങ്ങൾക്കറിയാം, അപ്പോൾ ഒന്നും ചെയ്യാതെ ഷീല ഇപ്പോൾ നീ ചെയ്യണു. ഞങ്ങൾ ആ ന്യൂസ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ പിള്ളേരൊക്കെ ഇപ്പം ഒക്കെ എല്ലാവരും പുറത്താണ്. അവരൊക്കെ പറഞ്ഞു ഷീല ആൻറ്റി അത് ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ കുറേ നല്ല പേരുണ്ട്, അവരുടെ ഒക്കെ സമാധാനം. പിന്നെ അതിലും ചിലവർ നമ്മളെ കുറ്റപ്പെടുത്താനുണ്ടാവുമല്ലോ. ചേച്ചി ആദ്യഘട്ടങ്ങളിലൊക്കെ മകനെ സേവ് ചെയ്ത് സംസാരിച്ചെങ്കിലും പക്ഷെ ഇപ്പോൾ പറയാനുള്ളത്, അതായത് മകനും ഈ ഒരു കൃത്യത്തിൽ ഒരു പങ്കുണ്ട്. അത് ഇപ്പം നേരിട്ട് ഇത് വെക്കാനുള്ള സഹായം ചെയ്തു എന്നല്ല, പക്ഷെ അത് കഴിഞ്ഞിട്ട് മിണ്ടാതിരിക്കുക എന്നുള്ളത് ഒരു വലിയ ക്രൈമായിരുന്നു ഈ കാര്യത്തില്. കാരണം ജീവിതം പച്ച പിടിക്കാൻ ചേച്ചിയുടെ ആവുന്നതെല്ലാം ചെയ്തു. ചേച്ചി കടങ്ങൾ മേടിച്ചു, ചേച്ചിയുടെ പൈസ കൊടുത്ത് എല്ലാം ചെയ്തു. എന്നിട്ടും ചേച്ചിനെ ഒഴിവാക്കാൻ വേണ്ടി മരുമകൾക്കൊപ്പം നിന്നെങ്കിലും മകനും ഇതിനകത്തൊരു പങ്കാളി തന്നെയാണ്. അത് ഞാൻ പറഞ്ഞില്ല, എന്തോ ഭീഷണി ഉണ്ട്, അല്ലാണ്ട് അങ്ങനെ വരില്ലല്ലോ. അത് അവനും അറിയാം ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവനെ കൊണ്ട് നടന്നത്, അവനും അറിയാം. ഈ ഒരു കേസിൽ ചേച്ചിക്ക് നീതി ലഭിക്കുക എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് നഷ്ടപ്പെട്ടു പോയൊരു ജീവിതമുണ്ട്. അപ്പൊ അതിന് ഒരു നഷ്ടപരിഹാരം നമ്മൾ ആവശ്യപ്പെടുമല്ലോ. അങ്ങനെ ആ ഒരു ഇതാണോ ചേച്ചി ഇപ്പൊ കാണുന്നത്? നിയമ പോരാട്ടത്തിനൊടുവിൽ ചേച്ചി ആഗ്രഹിക്കുന്നത് ഒരു നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട്. അതിന്റെ കേസൊക്കെ എപ്പോഴാണ് അറിയുന്നത് അതൊന്നും അറിയില്ല, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണില്ല. നമുക്കിപ്പോൾ ആളെ പിടിച്ചു, പക്ഷെ ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് വിഷമം. എന്തിനായിരുന്നു ചെയ്തത്? അല്ലാണ്ട് അവരുടെ പൈസയോ മുതലോ ഒന്നും മോഷ്ടിച്ചിട്ടില്ല, എടുത്തിട്ടും ഇല്ല. മകളെ നമ്മൾ പീഡിപ്പിച്ചിട്ട് മാനസികമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഈ വീട്ടുകാർ ഇങ്ങനെ കേസ് വന്നു, ഈ മരുമകളുടെ വീട്ടുകാർ എപ്പോഴെങ്കിലും ചേച്ചിനെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും പിന്നീട് സംസാരിച്ചിട്ടുണ്ടോ? അവരുടെ വീട്ടിൽ ചേച്ചി പിന്നീട് പോയി നോക്കിയിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഈ തലേ ദിവസം എന്നെ അറസ്റ്റ് ചെയ്യുന്ന തലേ ദിവസം മരുമകളുടെ അനിയത്തിയും അവളുടെ അപ്പനും അമ്മയും വീട്ടിലുണ്ടായി. അന്ന് അവരെ കണ്ടതാ, പിന്നെ കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടേ ഇല്ല. അത് കഴിഞ്ഞിട്ട് മോള് പ്രഗ്നൻ്റ് ആയിരുന്നു. മോളെ വിളിച്ചിട്ടും കൂടി അവരൊരു സമാധാനം. ഞാൻ ജയിലിലല്ല, അപ്പോൾ എൻ്റെ മോൾ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. നിറമാസം ഗർഭിണിയാണ്. അവളിപ്പോഴും പറയും മമ്മി പോയിട്ട് അവരൊരു വാക്ക് എന്നെ വിളിച്ചിട്ട് എന്നെ ജാമ്യം എടുക്കാനായിട്ട് അവരാരും ശ്രമിച്ചില്ല. എൻ്റെ മരുമോനാണ് എന്നെ ജാമ്യം എടുക്കാനായിട്ട്, ഹസ്ബൻഡും. അവർ രണ്ടുപേരാണ് കുറേ ഓഫീസർമാരെയും അവരെയും ഇവരെയും ഒക്കെ പോയി കണ്ട് കുറേ ബുദ്ധിമുട്ടി. ആ സമയത്ത് പൈസ ഇല്ലാണ്ട് അവരാണ് എന്നെ ജാമ്യം എടുക്കാനായിട്ട് നോക്കിയത്. ഇവരൊന്നും ശ്രമിച്ചിട്ടുണ്ടായില്ല. നൈജീരിയക്കാരൻ ലിവിയയ്ക്ക് ഒരു പണി കൊടുത്തു, 10,000 രൂപ മേടിച്ചിട്ട് വ്യാജ സ്റ്റാമ്പ് കൊടുത്തു. ഇപ്പോൾ ഒറിജിനൽ സ്റ്റാമ്പ് ആയിരുന്നുവെങ്കിൽ
ചേച്ചീനെ അന്ന് പിടിച്ചെങ്കിൽ ഇന്ന് ചേച്ചിയുടെ അവസ്ഥ എന്താന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ജയിലിൽ തന്നെ ആയിരിക്കും. ഈ സത്യം പുറത്തു വരില്ല. അപ്പം ഞാൻ പറഞ്ഞില്ല, ദൈവം പറഞ്ഞ ഒരാളുണ്ടല്ലോ, ദൈവത്തിനറിയാം. ഞാൻ ആരെയും ഇതുവരെ ചതിച്ചിട്ടോ ഒന്നുമില്ല, ഒരാളെ ചതിച്ചിട്ടോ വെട്ടിപ്പിടിച്ചിട്ടോ ഒന്നുമില്ല. കഷ്ടപ്പെട്ട് തന്നെ അധ്വാനിച്ച് ഞാൻ അഭിമാനത്തോടെ തന്നെ പറയണേ, എൻ്റെ ഈ ചെറിയ പാർലർ വെച്ചിട്ടാണ് ഞാൻ എല്ലാം ചെയ്തത്. മോളുടെ കല്യാണവും പ്രസവവും എല്ലാം ഞാൻ തന്നെ നിന്ന് നോക്കി നടത്തിയതാണ്. അതിൻ്റെ ഇത് എനിക്കിപ്പോഴും ഉണ്ട്. ഞാൻ വേറെ ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ കടം വാങ്ങേണ്ട ആരും ഇല്ലല്ലോ, നമ്മളിപ്പോൾ സാധാരണ വീട്ടുകാരാണ്. അങ്ങനെ എല്ലാം ഞാനത് ചെയ്തിട്ടുള്ളതാണ്. അത് കാരണം എനിക്ക് ഞാൻ ആരുടെ 5 പൈസ തട്ടിയെടുത്തിട്ടോ ഒന്നുമില്ല. ചേച്ചി ഇപ്പോൾ നാരായണദാസ് ആണെന്ന് ഇന്റർനെറ്റ് കോളിലൂടെ എക്സൈസിനെ വിളിച്ച് പറയുന്നത് ഷീലയുടെ സ്കൂട്ടറിലും ബാഗിലും സാധനമുണ്ട് എന്നുള്ളത്. ശരിക്കും ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി എക്സൈസ് വരുന്നു, ചേച്ചിനെ അറസ്റ്റ് ചെയ്യുന്നു, അതൊന്ന് പരിശോധിക്കുന്ന പോലുമില്ല വ്യക്തമായിട്ട്. ശരിക്കും ഇവിടെ എന്തെങ്കിലും ഒരു കള്ളക്കളി നടന്നിട്ടുണ്ടോ? അതായത് നാരായണദാസും എക്സൈസും തമ്മിൽ ഏതെങ്കിലും തരത്തിലൊരു ഗൂഢാലോചന നടന്നിട്ടുള്ളതായിട്ട് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. അതായത് ഈ ഓഫീസർ എന്നെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ പറഞ്ഞത് ഞാൻ 1 മാസത്തിലെ നിരീക്ഷണത്തിലാണ്. അപ്പോൾ ഞാനാകെ നെട്ടിപ്പോയി ഇത് പറഞ്ഞപ്പോൾ. 1 മാസത്തിൽ ഞാനപ്പോൾ ഈ 1 മാസത്തിലെ നിരീക്ഷണത്തിലാണെങ്കിൽ ഞാൻ എവിടെ പോകണം, എന്ത് ചെയ്യണം എല്ലാം ഇവർക്ക് അറിയാമല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, ഈ 1 മാസത്തിലെ നിരീക്ഷണത്തിലാണെങ്കിൽ എന്നെക്കുറിച്ച് എല്ലാ വിവരം അറിയാമല്ലോ. എന്നിട്ട് അങ്ങനെ പറഞ്ഞു. പിന്നെ ആളിപ്പം കോടതിയിൽ മൊഴി കൊടുത്ത്, ഈ സതീശൻ ആളെ സസ്പെൻഡ് ചെയ്തല്ലോ, ആൾ കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. ഈ നാരായണദാസ് ഈ ഓഫീസർ ആദ്യം മലപ്പുറത്തായിരുന്നു. മലപ്പുറത്ത് എവിടെയായിരുന്നു റേഞ്ച് ഓഫീസർ. അത് കഴിഞ്ഞിട്ടാണ് ചാലക്കുടിയിലേക്ക് മാറ്റിയത്. അപ്പോൾ മലപ്പുറത്ത് വെച്ചിട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിനെ കാണാൻ പോയപ്പോൾ അയാളുടെ കൂടെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ സതീശൻ പറഞ്ഞിട്ടാണ് അയാളുടെ പേര് ഈ ഓഫീസർ സതീശനായിട്ട് പരിചയപ്പെടുത്തി. എന്നിട്ട് അയാൾ ചോദിച്ചോളൂ, ഇൻഫർമേഷൻ തന്നെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യുമോ അങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ ആ ഓഫീസർ പറഞ്ഞു, ഇൻഫർമേഷൻ തന്നെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഓഫീസറിൻ്റെ നമ്പർ വാങ്ങി അവർ പിരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇയാൾ വിളിച്ചു. ഇയാൾ പറയുന്നത്, ഈ സതീശൻ പറയുന്നത് നാരായണദാസാണ്. സതീശൻ പറഞ്ഞ പേരിലാണ് പരിചയപ്പെടുത്തിയത്. നാരായണദാസ് വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്, ഇങ്ങനെ ചാലക്കുടി ബ്യൂട്ടി പാർലറിൽ ഒരു മയക്കുമരുന്ന് വരും, അത് അന്നത്തെ ദിവസം വിവരം അറിയിക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്ന അന്ന് കാലത്ത് ഈ സതീശൻ സാറിനെ ഈ നാരായണദാസ് റെയിൽവേ സ്റ്റേഷൻ, ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് എൻ്റെ പാർലറിൻ്റെ അവിടെ വന്ന് കാണിച്ചു കൊടുത്തു. ഇതാണ് പാർലർ. ഈ പാർലറിൽ ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോഴത്തിന് സാധനം എത്തും, അങ്ങനെയാണ് പറഞ്ഞു. എന്നിട്ട് ആളെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ ഇറക്കി വിട്ടിട്ട് ആൾ പോയി. എന്നിട്ട് ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ വിളിച്ചു പറഞ്ഞു, സാധനം എത്തിയിട്ടുണ്ട്, 4 മണിയാകുമ്പോഴത്തിന് ആൾ പുറത്തു പോകും, അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അറസ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് 3:30 വന്നിട്ട് ഇവർ എന്നെ അറസ്റ്റ്. അപ്പോൾ ഈ വെച്ച സ്ഥലമൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബാഗിലും വണ്ടിയിലും, വണ്ടിയുടെ ബാഗിൽ ഈ ബാഗിൽ ഹോളുള്ള വിവരം എനിക്കറിയില്ല. നല്ല ബാഗാണ് എൻ്റെ. ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സംഭവം നടക്കുന്ന 2 ദിവസം മുമ്പ് എൻ്റെ ബാഗിൽ ഞാൻ ഭക്ഷണം കൊണ്ടുപോയപ്പോൾ കറിയായി, ബാഗ് കഴുകി പാർലറിലിട്ടു. അപ്പൊക്കെ ഈ സാധനം ഉണ്ടെങ്കിൽ ആ കഴുകിയ സമയത്ത് ഇതായി പോയിരിക്കാമല്ല. പക്ഷെ ഇത് ശരിക്കും തലേ ദിവസം തന്നെയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ ഓഫീസർ ഇവർ വരുന്നു, വന്നിട്ട് കറക്റ്റായിട്ട് ആ ഹോളിൽ നിന്ന് മയക്കുമരുന്ന് എടുത്തു, വണ്ടിയിൽ നിന്ന് എടുത്തു. അപ്പോൾ ഈ ഓഫീസറും കോടതിയിൽ മൊഴി നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ എന്നെ കൂടാതെന്ന് വെച്ചാൽ ഉണ്ടല്ലോ അതിൽ ഇങ്ങനെ അതായത് ഒരു ഇതുമില്ല, ഒരു മയക്കമരുന്നായിട്ട് ഒരു ബന്ധമില്ലാതെ അന്ന് എന്നെ പിടിക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ 136 രൂപ എന്തോ ഉള്ളൂ. എൻ്റെ കയ്യിൽ 900 രൂപ. ഒരു പാർലറാകുമ്പോൾ നമ്മുടെ കയ്യിൽ എത്രയെങ്കിലും പൈസ ഉണ്ടാവില്ലോ, അത്ര രൂപയെ എനിക്കുണ്ടായുള്ളൂ. പിന്നെ എന്നെ മകസർ എഴുതിയത് തെറ്റാണ്. ഞാൻ അന്നത്തെ ദിവസം പുറത്തിറങ്ങിയിട്ടില്ല, പാർലറിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇവർ വന്നിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ പുറത്ത് പോകുന്നത്. പക്ഷെ മകസറിൽ എഴുതിയിട്ടുള്ളത് ഞാൻ ഉച്ചയാകുമ്പോൾ പുറത്തിറങ്ങി, ഇവരുടെ ജീപ്പ് എൻ്റെ വണ്ടിയുടെ 15 മീറ്റർ അകലെ നിൽക്കുന്നുണ്ടായി. ഞാൻ വന്ന് എൻ്റെ വണ്ടി തുറന്ന് ഈ ബാഗ് എടുത്തപ്പോഴാണ് എന്നെ വന്ന് അറസ്റ്റ് ചെയ്തെന്നാണ് അവരെഴുതിയത്. അപ്പോൾ ഈ തെറ്റായത് എഴുതക്കാരൻ്റെ കാര്യമില്ലല്ലോ. അപ്പോൾ അതിലെന്തൊക്കെയോ ഗൂഢാലോചന ഉണ്ട്. ശരിക്കും ഇതൊക്കെ തരണം ചെയ്ത് ചേച്ചിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു ഊർജ്ജം എങ്ങനെയാണ് കിട്ടുന്നത്? മുന്നോട്ടേക്ക് എങ്ങനെയാണ് പോകുന്നത്?
മുന്നോട്ടേക്ക് പോകാൻ പറഞ്ഞെങ്കിൽ ദൈവം, നമ്മൾ ദൈവത്തിലാണ് ആശ്രയിക്കണം. ദൈവം എന്തായെങ്കിലും എൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ കഷ്ടപ്പെട്ടെങ്കിൽ അതാത് സമയം വരുമ്പോൾ ദൈവം എന്നെ സഹായിക്കാറുണ്ട്. ദൈവം വേറെ ആരും, മനുഷ്യൻ്റെ രൂപത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് സഹായം അങ്ങനെ വരും. അതെ, എന്തായാലും ഇപ്പൊ നിയമ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യപ്രതികളിൽ ഒരാളായ നാരായണദാസ് പോലീസ് പിടിയിലായിട്ടുണ്ട്. പ്രധാന പ്രതിയായിട്ടുള്ള ലിവിയയ്ക്ക് വേണ്ടിയിട്ട് പോലീസ് വലവിരിച്ചു കഴിഞ്ഞു. എന്തായാലും ഈ കേസിനൊരു പര്യവസാനം ഉടനെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇപ്പോഴും അറിയാത്ത ഒരു കാര്യമുണ്ട്, എന്തിനു വേണ്ടി തന്നെ. ആ ഒരു ചോദ്യത്തിന് ഉത്തരം ലിവിയനെയും കൂടി അറസ്റ്റിലാവുമ്പോൾ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ കേസിന് ഉടനെ ഒരു പര്യവസാനം ഉണ്ടാകട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുകയാണ്.